ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗുരുവായൂർ പോയതിൻ്റെ വീഡിയോ ആണ് ഇത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയ അന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ നമ്മൾ തലേന്ന് വൈകുന്നേരമായിരുന്നേ പോയിട്ടുള്ളത്. നമുക്ക് വൈകുന്നേരം ഒരു 7:10 ട്രെയിൻ ഉള്ളത്. നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് ഗുരുവായൂർക്കുള്ള ട്രെയിനിനായിരുന്നേ പോയിട്ടുള്ളത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ അമ്പിളിക്കുഞ്ഞമ്മയും കുഞ്ഞുങ്ങളും അമ്മയും ചേട്ടനും പിന്നെ നമ്മുടെ ചേച്ചിയും ഹസ്ബൻഡും കുഞ്ഞും പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ശ്യാമണ്ണനും എല്ലാവരുമായിട്ടായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. ഞാനാണ് ഇത് രണ്ടാമത്തെ വട്ടമാണ് ഗുരുവായൂർ പോകുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ എനിക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കയറി തൊഴാനും അവിടെ പാൽപ്പായസം കഴിപ്പിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളത്. ഇതിനു മുമ്പ് പോയപ്പോൾ ആകെപ്പാടെ വെപ്രാളത്തിൽ പോയി ജസ്റ്റ് ക്യൂ നിന്ന് തൊഴുതട്ടിങ്ങ് പോന്നിട്ടേ ഉള്ളായിരുന്നു. നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ആദ്യമേ പോയപ്പോൾ അറിയത്തില്ലായിരുന്നു. ആ ഒരു രണ്ടാമത് പോയപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ട്രെയിൻ ലേറ്റ് ആണെന്നുള്ളത് അറിഞ്ഞത്. പിന്നെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 8 മണിയോട് അടുത്തപ്പോഴത്തേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി നമുക്കെല്ലാവർക്കും പലയിടത്തായിട്ട് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു, ഒരു പെൺകുഞ്ഞുവാവ. അവരാണെങ്കിലും നമ്മുടെ കുഞ്ഞാവ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് അവസാനം നമ്മുടെ അടുക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ യാത്രയുടെ ഒടുവിൽ നമ്മൾ എന്താണെങ്കിലും ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ എത്തിയപ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണനെ കാണാൻ പോകുന്നതിൻ്റെതായിട്ടൊരു സന്തോഷം. ഞാനൊരു ശിവഭക്തയാണ്, എങ്കിൽ പോലും കണ്ണനെ എനിക്കിഷ്ടമാണ്. ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പോസിറ്റിവിറ്റി അല്ലേ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കുമായിരുന്നു ചെയ്തത്. പിന്നെ ഗരുഡനെ കണ്ടപ്പോഴേ മനസ്സിലുണ്ട് അമ്പലം എത്താറായി എന്നുള്ളൊരു പ്രതീതിയായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്നത് ഒരു 12 മണിക്കൊക്കെ ആയിരുന്നു. കൈയോടാനെ നമ്മൾ അവിടുത്തെ ഒരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് നമുക്ക് റൂമൊന്നും നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടായിരുന്നു നമ്മൾ ഓരോന്നൊക്കെ തിരക്കാനായിട്ട് പോയിട്ടുള്ളത്. പക്ഷേ മുമ്പേ കൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ സൗകര്യമാണ്. അധികം ടെൻഷൻ അടിച്ചു സമയം ലാഗായി പോകത്തില്ല. നമുക്ക് റൂമൊക്കെ എടുക്കാനായിട്ട് 1 മണിക്കൂറോളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ കടയാണ് കേട്ടോ. ഇവിടെ പഴയതില്ലേ, നമ്മുടെ പഴയ വീടുകളിലൊക്കെ നെല്ല് വീടിൻ്റെ ഫ്രണ്ട് തൂക്കിയിടുന്നത് അതെല്ലാം ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം അത് ഞാൻ കാണുന്നത്. പിന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുക്കലോട്ടൊക്കെ നടക്കുവാണെങ്കിൽ റൂം അന്വേഷിച്ചത് അഫോർഡബിൾ ആയിട്ടുള്ള റൂം തിരക്കെയാണ് പോകുന്നത്. നമ്മുടെ അയ്യപ്പായാണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള കളിപ്പാട്ടക്കടകൾ അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. നമുക്കതിന് അവസാനം ഒരു റൂം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. റൂമല്ല, ഒരു വീടായിരുന്നു. നമുക്ക് അവർ അലോ ചെയ്ത് തന്നിട്ടുള്ള 2 ബെഡ്റൂം, 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു കോമൺ ബാത്റൂം, ഹോള്, സിറ്റ് ഔട്ട്, ഇത്രയൊക്കെ നമുക്ക് അവർ അലോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും റൂമിലെല്ലാം ചെന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്നപ്പോൾ അയ്യപ്പയും ശിലുവും ചേട്ടനും കൂടെ മുറിക്കിടന്ന് ഭയങ്കര കളിയാണ്. അങ്ങനെ റൂമെല്ലാം എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിച്ചായിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് വീട്ടിൽ നിന്ന് ചപ്പാത്തിയും കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഉറങ്ങുന്നില്ല എന്നുള്ള തീരുമാനമാണ്. എന്താണെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് കയറി ക്യൂ നിൽക്കേണ്ടേ. അപ്പോൾ കുഞ്ഞിന് ചോറ് കൊടുത്ത അമ്മയ്ക്കും അച്ഛനും എല്ലാം ഒപ്പം കയറി തൊടാൻ നിൽക്കും. നമ്മൾ ക്യൂവിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഈ ഗോപുരവാതിൽ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവായിരുന്നു കേട്ടോ. എന്തോ മനസ്സിന് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നപ്പോൾ കല്യാണത്തിൻ്റെതായിട്ടുള്ളതും പിന്നെ തൊഴുതിട്ട് വരുന്നവർ, നിർമ്മാലയം കണ്ട് തൊഴുതിട്ട് വരുന്നവരെ അല്ലാതെ തന്നെയുള്ള തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് ഇച്ചിരിയായിട്ട് മാറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ചേച്ചിയും ചേട്ടനും ചോറോട് ചീട്ടാക്കാനായിട്ടും പോയിട്ടുണ്ട്. നമ്മൾ ആ സമയം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞമ്മയൊക്കെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ അയ്യപ്പായ്ക്ക് ഞാൻ 2 കറുത്ത ഷർട്ടൊക്കെ തേച്ച് മടക്കി വെച്ചതാണ് കേട്ടോ. പാക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അയാളാണെങ്കിലും ഈ ടീഷർട്ട് മതി, ഷർട്ട് വേണ്ടാന്ന് പറഞ്ഞ ഒരേ നിർബന്ധമായിരുന്നു. പിന്നെ അയാളുടെ ഇഷ്ടത്തിന് ടീഷർട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, പിള്ളേരൊന്നും ഇപ്പോൾ അവരുടെ ചെറുക്കൻ ഇച്ചിരി വളർന്നു വന്നപ്പോഴത്തേക്കും അവരവർക്ക് ഓരോരോ ഇഷ്ടങ്ങളായിടോ. നമ്മുടെ ഇഷ്ടത്തിനൊന്നും അയാൾക്ക് ഇപ്പോൾ ഡ്രസ്സ് ഇടാൻ വയ്യ. പിന്നെ നമ്മൾ അവൻ്റെ ഇഷ്ടത്തിന് ടീഷർട്ട് ഇട്ട് കൊടുത്ത് അവൾ ചീട്ടൊക്കെ ആക്കിയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം കോക്രൂമിൽ വെച്ചിട്ട് നമ്മൾ നേരെ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. നമുക്കത് നല്ല വൃത്തിക്ക് കൃഷ്ണനെ കണ്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആവർത്തന ശീവേലിയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും കൃഷ്ണനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൺകുളിർക്കെ മനസ്സ് നിറയെ കൃഷ്ണനെ കണ്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പാൽപ്പായസത്തിനും എല്ലാം ചീട്ടാക്കിയിട്ട് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ശിലുവിനെയാണ് അവിടെ ഇങ്ങനെ നമ്മുടെ ടർക്കിയൊക്കെ വിരിച്ചിട്ട് കിടത്തിയിട്ടുണ്ട്. അയാൾ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ചോറുണ്ണാനും ഒന്നും ഒരു വഴക്കോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ അയ്യപ്പ വഴക്കാളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം ഇരുന്ന് നമ്മൾ ഓർത്ത് എന്നാൽ പിന്നെ കാപ്പി കഴിച്ചിട്ട് വരാൻ. കാരണം പ്രസാദം കിട്ടുക, അതായത് പാൽപ്പായസം പ്രസാദം കിട്ടാനായിട്ട് ഒത്തിരി താമസമുണ്ടെന്ന്. എന്നാലും നമ്മൾ കുറേ നേരം നോക്കരുത് കേട്ടോ. ഈ സമയമൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോൾ പാൽപ്പായസം കിട്ടുമെന്നായിരുന്നു. അപ്പം കഴിഞ്ഞ വട്ടം വാങ്ങാൻ പറ്റാത്തതിൻ്റെതായിട്ടുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം നമുക്ക് ആ വിഷമം തീരെ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാപ്പി കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ മസാല ദോശയൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത്. അയ്യപ്പായാണ് ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വണ്ടി വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടിക്കൊക്കെ ഭയങ്കര റേറ്റാണ്. എന്നാലും നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി നോക്കിയാണ് അവർ അച്ഛാ വാങ്ങിച്ചു കൊടുത്തത്. അയാൾ ആ വണ്ടി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ അയാൾക്ക് ഒറ്റയ്ക്ക് ഒരു കസേരയൊക്കെ ഇട്ടൊക്കെ കൊടുത്ത് അയാൾ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് പിന്നെ ദോശ പിച്ച് കീറി ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് സാമ്പാറും കുറച്ച് ചമ്മന്തിക്കറിയും പിന്നെ ഇച്ചിരി മസാലയും കൂടെ വെച്ച് കൊടുത്തപ്പോൾ അയാൾ തന്നെ ഫുൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല വിശന്നിരിക്കുമായിരുന്നു തോന്നുന്നു കുഞ്ഞ്. പക്ഷേ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു പറയാനായിട്ട്. എനിക്കിങ്ങനെ നമ്മുടെ ഇടയ്ക്ക് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ അവരൊക്കെ ആഹാരങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഒരേ രുചിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തോന്നിയാലും അതും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ചെറിയ രീതിയിലുള്ള ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും
എന്നാലും വലിയ രീതിയിൽ തന്നെ ആയിരുന്നു. ക്യൂ നീങ്ങുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ക്യൂ നിന്നിട്ട് അവൾ പാൽപ്പായസം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അയ്യോ, ഈ പാൽപ്പായസം കൈ കിട്ടിയപ്പോൾ കുടിക്കാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഗ്ലാസ്സോ സ്പൂണോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അല്ലാതെ നമുക്ക് ചരിച്ച് കുടിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ലോങ് അത് കൊണ്ടുവരുമ്പോൾ കേടാകുമോ എന്നുള്ള പേടിയുണ്ട് നമ്മൾ അവിടുന്ന് കുടിച്ചിട്ടില്ലായിരുന്നു. പകരം കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രുചിക്കായിട്ട്. നമ്മൾ അയ്യപ്പായ്ക്ക് ശിലുവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയോടെ തന്നെ അതെല്ലാം കവറിലാക്കി വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കൊണ്ടുവരേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കവറൊക്കെ വാങ്ങിച്ചിട്ട് അതിലാണ് സേഫായിട്ട് വെച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ കളഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കൂടെ കണ്ടു കാണുമല്ലോ, ഷോർട്ട് വീഡിയോസിൽ കൂടെ നിങ്ങൾ ഈ വിശേഷങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. അങ്ങനെ പിന്നെ അതെല്ലാം സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അനങ്ങാതെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. നമ്മൾ രാത്രി ആയിട്ടുണ്ട് എത്താനായിട്ട്. പക്ഷെ അത് കേടായിട്ടില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ അയ്യപ്പ എന്ന ഓടിക്കളി തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ ചേട്ടന്മാരൊക്കെ മുണ്ട് കൊടുക്കുന്നുണ്ട്. അയാൾക്ക് മുണ്ട് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് മുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അങ്ങനത്തെ നമ്മൾ പിന്നെ നേരെ പോയത് റൂമിലേക്കായിരുന്നു. റൂമിൽ ചെന്നിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞൊരു ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഉച്ച കഴിഞ്ഞുള്ള ട്രെയിൻ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിൽ എറണാകുളം വരെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എറണാകുളം ആയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുവരെ ഞാനും കുഞ്ഞും അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇരുന്നത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ സീറ്റൊക്കെ കിട്ടി വിശാലമായിട്ടിരുന്ന് വന്നിട്ടുണ്ട്. ശിലുവാണ് എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അയാൾക്ക് പാലൊക്കെ കൊടുത്ത് അയാളെയും കാഴ്ചകളൊക്കെ കാണിച്ച് അയാളെ ഉറക്കി നമ്മളിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഇറക്കുമ്പോൾ ആകെ ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ എൻ്റെ കൃഷ്ണ ഇനി നിന്നെ വന്ന് കാണാൻ ഒത്തിരി പെട്ടെന്ന് എനിക്ക് സാധിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു എനിക്കുള്ളത്. നമുക്ക് എന്തായാലും മനസ്സ് വിചാരിക്കുമ്പോൾ ഓടിച്ചെല്ലാൻ ഒക്കുന്ന ദൂരത്തല്ലല്ലോ. അതുകൊണ്ട് തന്നെ ദൈവമേ അങ്ങ് എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം നീ ഉണ്ടാക്കി തരണേന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നമ്മുടെ കായംകുളം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേട്ടനും വണ്ടി വന്നുകൊണ്ട് തന്നെ ഞങ്ങളും അന്നേ 2 വീലറിലും അമ്മയും കുഞ്ഞമ്മയും ഉള്ളവരും ചേച്ചി എല്ലാവരും കൂടെ ഓട്ടോയിലുമായിട്ട് ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ.